ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ പത്തനംതിട്ടയിലെ ഇടപാടുകളിൽ വിശദ അന്വേഷണവുമായി SIT. പത്മകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളെക്കുറിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുന്നു. സ്ഥാപനങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പങ്കുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട പരിശോധന. 24 പ്രൈം ടൈം ബിഗ് ബ്രേക്കിംഗ്. AV ജയശങ്കർ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസമാണ് പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ SIT സംഘം പരിശോധന നടത്തിയത്. 12 മണിക്കൂറിലധികം നടത്തിയ പരിശോധനയിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട ചില നിർണായക രേഖകൾ SITക്ക് ലഭിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട അടക്കം ഇടപാടുകളുണ്ടെന്ന് SIT ഇതിലൂടെ കണ്ടെത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറുമായി ബന്ധപ്പെട്ട പത്തനംതിട്ടയിലെ ഇടപാടുകൾ SIT പരിശോധിച്ചു വരുന്നത്. അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുന്നു. ആറന്മുളയിലടക്കം പത്മകുമാറിന് വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പങ്കുണ്ടോ എന്ന കാര്യമാണ് SIT നിലവിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ലഭിച്ച രേഖകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് SIT ഇത്തരത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് മുതിർന്നതെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ ഈ പത്മകുമാറിന്റെ ഭൂമി ഇടപാടുകളിൽ അടിമുടി SIT ദുരൂഹത സംശയിക്കുന്നു. കാരണം ഇദ്ദേഹം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നടത്തിയ ഭൂമി ഇടപാടുകൾ ആകെ പ്രശ്നമാണ്. ഈ ഭൂമി ഇടപാടുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പങ്കുണ്ടോ എന്ന കാര്യം SIT സംശയിക്കുന്നുണ്ട്. അങ്ങനെ അടിമുടി പത്മകുമാറിനെ കുറിച്ച് അന്വേഷണമാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പത്മകുമാർ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന 2019 കാലഘട്ടത്തിലെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ മുഴുവൻ ഇടപാടുകളും SIT പരിശോധിക്കുന്നു എന്നാണ് ലഭ്യമായ വിവരം. സന്നിധാനത്തെ മുഴുവൻ ഇടപാടുകളും പരിശോധിക്കുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ സംശയമുണ്ടെന്ന ഒരു SITയുടെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ചില രേഖകളൊക്കെ പരിശോധിച്ചപ്പോൾ പൊരുത്തക്കേട് തോന്നി. ആ പൊരുത്തക്കേടിന്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലെ സന്നിധാനത്തെ ശബരിമലയിലെ ഇടപാടുകൾ സംബന്ധിച്ച് SIT നിലവിൽ പരിശോധന ആരംഭിക്കാൻ പോകുന്നത്. അടിമുടി ദുരൂഹത പത്മകുമാറിന്റെ കേസിൽ SIT പറയുന്നു. വാസുവിനേക്കാൾ വലിയ ബുള്ളാണ് പത്മകുമാർ എന്നാണ് SIT വൃത്തങ്ങൾ നിലവിൽ വ്യക്തിപരമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ പറയുന്നു. എന്തായാലും കാര്യങ്ങൾ പത്മകുമാറിൽ മാത്രം ഒതുങ്ങുമോ എന്ന കാര്യം സംശയമാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിന് മാത്രമല്ല ഇത്തരത്തിൽ ഇടപാടുകൾ ഉള്ളത്, കൂടുതൽ പേർക്കുണ്ട് എന്നൊരു നിഗമനം SITക്കുണ്ട്. പക്ഷേ തിടുക്കത്തിൽ SIT കൂടുതൽ ആളുകളിലേക്ക് എത്തില്ല. പതിയെ വാസുവിനെയും പത്മകുമാറിനെയും ഒക്കെ കസ്റ്റഡിയിലെടുത്ത പോലെ വിശദമായി തെളിവുകൾ ശേഖരിച്ച് അവരെ 8 പൂട്ടി മാത്രമേ SIT കസ്റ്റഡിയിലേക്ക് പിടിച്ചാൽ ഇറങ്ങാൻ പറ്റാത്ത പൂട്ടായിരിക്കും SIT പൂട്ടുക. എന്തായാലും പത്മകുമാറിന്റെ പത്തനംതിട്ടയിലെ ഇടപാടുകൾ പരിശോധിക്കുന്നു. സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നു. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പങ്കുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ പരിശോധിക്കുന്നു. സന്നിധാനത്തെ പത്മകുമാറിന്റെ കാലത്തെ ഇടപാടുകളിലും SIT പരിശോധന വരുമ്പോൾ വലിയൊരു അന്വേഷണമാണ്. നമ്മൾ ഈ പ്രതീക്ഷയിലും അധികം വലിയ ബുള്ളുകൾ ഇതിലുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളെ ഉൾപ്പെടെ പത്മകുമാറിന്റെ കാലത്തുണ്ടായിരുന്ന അംഗങ്ങളെ ഉൾപ്പെടെ SIT വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. ഇവർ മുമ്പ് എല്ലാം പത്മകുമാറിന്റെ ഗൂഢാലോചനയായിരുന്നു, ഇല്ലെങ്കിൽ പത്മകുമാറാണ് എല്ലാത്തിന്റെയും കാരണഭൂതൻ എന്ന മൊഴിയാണ് നൽകിയത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഈ ഒരു സാഹചര്യത്തിൽ SIT എന്തായാലും വരും ദിവസങ്ങളിൽ ചോദിച്ചറിയും. കൂടുതൽ ഇടപാടുകൾ, ഈ പണം എങ്ങോട്ട് പോയി, പണം ഏതൊക്കെ തലത്തിൽ ഉപയോഗിച്ചു ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ SIT പരിശോധന ഉണ്ടാകും. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ SIT സംഘം ഇത്തരത്തിൽ ഭൂമി ഇടപാടിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും കടക്കുമ്പോൾ ഹൈക്കോടതിയിൽ EDയുടെ ഹർജിയുണ്ട്. ഈ കേസിന്റെ FIR ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ED. അങ്ങനെയെങ്കിൽ ഈ ഇടപാടുകളിൽ SIT അന്വേഷണം നീങ്ങിയാൽ ഒരുപക്ഷെ EDക്ക് അവരുടെ വരവ് കൂടി കുറച്ച് എളുപ്പമാക്കും. ജയശങ്കർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.